രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നാരായണീയം കേൾക്കാൻ കാത്തിരിക്കുന്ന പുണ്യവാന്മാരെ, ആരോഗ്യം ആയുരാരോഗ്യ സൗഖ്യം സർവ്വതും നൽകുന്ന നാരായണീയത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് 6ാമത്തെ ദശകമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. 6ാമത്തെ ദശകത്തിൽ 4ാമത്തെ ശ്ലോകമാണ് ഇത്. നമ്മുടെ 59ാമത്തെ എപ്പിസോഡാകുന്നു. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കേൾക്കണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി, അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾക്ക് 12 മണിയാകുമ്പോൾ നാരായണീയം ലഭിച്ചിരിക്കും. എല്ലാ ചൊവ്വാഴ്ചയും കൃഷ്ണന്റെ കാമുകിയായ രാധാറാണി, രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ച് നടത്തിയാണ് അവതരിപ്പിക്കുന്നത്. അത് കേൾക്കുക, മഹാപുണ്യം. എല്ലാ ബുധനാഴ്ചയും, അതായത് ഈ വരുന്ന ബുധനാഴ്ച ഓഗസ്റ്റ് മാസം 6-ാം തീയതി, ഈ വരുന്ന ബുധനാഴ്ച ദിവസം നിർണായകമാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളെ ഞാൻ ഉപനിഷത്തുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അറിവിന്റെ സാഗരമാണ് ഉപനിഷത്തുകള്. ആ ഉപനിഷത്തിൽ തന്നെ മരണത്തിന്റെ രഹസ്യം പറയുന്ന ഒരു പുസ്തകം ഇംഗ്ലീഷ് ഭാഷയിലോ അല്ലെങ്കിൽ ജർമ്മൻ ഭാഷയിലോ ലോകത്തൊരു ഭാഷയിലും നമ്മുടെ കഠോപനിഷത്തിന് തുല്യമായ ഒരു പുസ്തകം വെക്കാനില്ല. ബ്രിട്ടീഷുകാരൊക്കെ വന്ന്, യൂറോപ്യൻസ് വന്ന് കഠോപനിഷത്ത് അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ പഠിപ്പിക്കുകയാണ്. അത്രയ്ക്ക് മഹത്തരമാർന്ന കഠോപനിഷത്തിന്റെ ക്ലാസ് നമ്മൾ ബുധനാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. എല്ലാ വ്യാഴാഴ്ചയുമാണ് അഷ്ടപതി. 100ാമത്തെ എപ്പിസോഡിലേക്ക് അഷ്ടപതി കടക്കുകയാണ്. അഷ്ടപതി കേൾക്കൂ, ഭഗവാന്റെ കൃപ, രാധാറാണിയുടെയും കൃപ നേടൂ. എല്ലാ വെള്ളിയാഴ്ചയും മോക്ഷം കിട്ടുന്നവർക്ക് വേണ്ടി ധമ്മപദത്തിന്റെ ക്ലാസ്സാണ്. അതുകൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ കൊല്ലത്ത് വന്നാൽ പഠിക്കാം. ഇവിടെ എനിക്ക് കാസർഗോഡ്, തൃശ്ശൂർ, എറണാകുളത്ത് നിന്നൊക്കെ ആളുകൾ വന്ന് സ്റ്റേ ചെയ്ത് പഠിക്കുന്നുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാം ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട്. അതേ കണക്ക് ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജ്യോതിഷപരമായ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്, 9645333999. എന്നെ വിളിച്ചാൽ നിശ്ചയമായും നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിരിക്കും ജ്യോതിഷോ ഉപദേശമെന്ന് പറയുന്നത്.
അതേ കണക്ക് തന്നെ അതിനകത്ത് തന്നെ അഷ്ടാവക്ര ഗീതയുണ്ട്, നിങ്ങൾ കേൾക്കണം. ഭക്തമീരയെ കുറിച്ചുള്ളതുകൊണ്ട് നിങ്ങൾ കേൾക്കണം. ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഹെഡിങ്ങിൽ കിടക്കുന്ന സകലതും നിങ്ങൾ എന്ത് ചെയ്യണം? കേൾക്കണം. അതേ കണക്ക് തന്നെ ജനറൽ എന്ന ഐറ്റത്തിൽ ഒരുപാട് പ്രിയപ്പെട്ട കാര്യങ്ങളുണ്ട്. പിന്നെ ക്ഷേത്രങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് ഏതൊക്കെ ക്ഷേത്രങ്ങളിലാണ് ഒരു ഹിന്ദു ജനിച്ചു മരിക്കുന്നതിനകത്ത് വെച്ച് പോയിരിക്കേണ്ടത്, ആ ക്ഷേത്രങ്ങളെക്കുറിച്ചും അവിടുത്തെ വഴിപാടും അവിടുത്തെ വിവരങ്ങളും എങ്ങനെ എത്തിച്ചേരാം എന്നതിനെക്കുറിച്ചും എല്ലാം വളരെ വിശദമായിട്ട് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കേൾക്കുക. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം നമോ നാരായണായ. ഓം ശ്രീ രാധാവല്ലഭായ സ്വാഹ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ. ഓ രാധേ രാധേ. 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 ബർസാനെ വാരി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. അപ്പോൾ നമുക്ക് നാരായണീയം ആരംഭിക്കാം. അതുപോലെ തന്നെ രാധികാ കവചം 2 എണ്ണമുണ്ട്. ആ 2 രാധികാ കവചവും പ്ലേലിസ്റ്റ് എടുത്താൽ രാധികാ കവചം എന്ന ഹെഡിങ്ങിൽ നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടതുകൊണ്ട് ഞാൻ പഠിപ്പിച്ചതുകൊണ്ട് രാധികാ കവചം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ കേൾക്കണം. അതിനുശേഷം നിങ്ങൾ ഈ 2 രാധികാ കവചവും ചൊല്ലിയിട്ട് രാധാ സഹസ്രനാമം ചൊല്ലണം. നമ്മുടെ പ്രിയങ്കരിയായ രാധേ രാധേ ചാനലിൻ്റെ അഭിമാനമായ കൃഷ്ണപ്രിയ അത് പാടിയിട്ടിട്ടുണ്ട്. രാധാ സഹസ്രനാമം കഴിഞ്ഞ ബുധനാഴ്ച റിലീസായി കഴിഞ്ഞു. യഥാർത്ഥ രാധാ സഹസ്രനാമമാണത്. അപ്പോൾ യഥാർത്ഥ കാരണം എന്തുകൊണ്ട് രാധാ സഹസ്രനാമം പല പല സന്യാസിമാരും രചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് രാധാ സഹസ്രനാമങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട രാധാ സഹസ്രനാമമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്. നിശ്ചയമായിട്ടും നിങ്ങളത് കേൾക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ക്ലാസ് ആരംഭിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ശ്ലോകം പാടിത്തരുന്നത് നിങ്ങൾക്കെല്ലാം പ്രിയങ്കരിയായി മാറിയിട്ടുള്ള കൃഷ്ണശ്രീ. കൃഷ്ണശ്രീയെ കുറിച്ച് എനിക്ക് എത്ര പറഞ്ഞാലും മതിയാകില്ല. കാരണം നാരായണീയത്തിൻ്റെ എപ്പിസോഡ് റിലീസായാൽ തിങ്കളാഴ്ച 12 മണിക്ക് റിലീസായാൽ വൈകുന്നേരം ഒരു 4 മണി തൊട്ട് എനിക്ക് കോളുകളുടെ ഒരു ബഹളമാണ്. സാറേ കൃഷ്ണശ്രീ ഗംഭീരമായിരിക്കുന്നു, സാറേ കൃഷ്ണശ്രീയുടെ ആലാപനം അതിമനോഹരമായിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇനി ഇതെല്ലാം കൂടെ റെക്കോർഡ് ചെയ്തിട്ട് ഈ വിളിക്കുന്നതെല്ലാം കൂടെ ഇതിനകത്ത് ഇട്ടാലോ എന്ന് തോന്നുകയാണ്. കാരണം അത്രയ്ക്ക് ഭയങ്കരമായ അഭിപ്രായമാണ് കൃഷ്ണപ്രിയയെ കുറിച്ചുള്ളത്. കൃഷ്ണപ്രിയയുടെ ക്വാളിറ്റീസ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കെല്ലാം കാണപ്പാടുമാണ്. അതിലും വലിയൊരു ക്വാളിറ്റി ഉണ്ട് കൃഷ്ണശ്രീക്ക്. അത് ഞാൻ പറയാം. നമ്മുടെ കൃഷ്ണപ്രിയ ആൾ ഇന്ത്യ റേഡിയോ ഗ്രേഡഡ് ആർട്ടിസ്റ്റ് ആണ്. നോർമൽ അല്ലെന്ന് ആലോചിക്കണം. ഗ്രേഡഡ് ആർട്ടിസ്റ്റ് ആണ്. നമ്മുടെ ജനം ടി വിയില്ലേ, അതിനകത്ത് പാടൂ നീടൂ ആ മത്സരത്തിൽ പങ്കെടുത്ത സകലരെയും തോൽപ്പിച്ചു 1ാം സ്ഥാനത്തെത്തിയ മിടുക്കിയാണ് കൃഷ്ണശ്രീ. അപ്പൊ കൃഷ്ണശ്രീയുടെ ആലാപനം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു TV ഷോ എന്ന് പറയുമ്പോൾ എത്ര പേര് പങ്കെടുക്കും, അവരെ ഒന്നൊന്നായി തോൽപ്പിച്ചു 1ാം സ്ഥാനത്തെത്തിയ ആളാണ്. പിന്നെ ഏഷ്യാനെറ്റിന്റെ സൂപ്പർ വോയിസിലെ സെമി ഫൈനലിസ്റ്റ് ആണ്. ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ചാനലാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ചാനൽ ഏഷ്യാനെറ്റ് നടത്തുന്ന മത്സരത്തിൽ എവിടെ നിന്നൊക്കെയാണ് ആളുകൾ പങ്കെടുക്കുന്നത്, അവിടെ പങ്കെടുത്ത ഗംഭീരന്മാരോട് പടപെട്ടിയാണ് നമ്മുടെ കൃഷ്ണശ്രീ ഈ വിന്നറായി മാറിയത്. അതുപോലെ ഫ്ലവേഴ്സ് TV മ്യൂസിക് വൈഫിന്റെ റണ്ണറപ്പാണ്. ഫ്ലവേഴ്സ് TVയൊക്കെ എന്ത് ഫേമസ് ആണ് നമുക്കറിയാം. ഭയങ്കരമായ അഭ്യസനമൊക്കെ ചെയ്ത വലിയ വലിയ ആളുകളൊക്കെ പങ്കെടുക്കുന്നതിനകത്ത് റണ്ണറപ്പാണ്.
പിന്നെ പ്ലേ ബാക്ക് സിംഗറാണ്, റെക്കോർഡിംഗ് ആർട്ടിസ്റ്റാണ്, സ്റ്റേജ് പെർഫോമറാണ്, ടീച്ചറാണ്, വോക്കൽ ട്രെയിനറാണ്. പക്ഷേ ഇതിനെയൊക്കെക്കാളുപരി ഞാൻ വിലമതിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളുടെ ഈ ചാനൽ കണ്ടിട്ട് കൃഷ്ണപ്രിയയുടെ ഓൺലൈൻ മ്യൂസിക് ക്ലാസ്സിൽ പഠിക്കാൻ ചേർന്നവരുണ്ട്. കൃഷ്ണപ്രിയയ്ക്ക് ഓൺലൈൻ മ്യൂസിക് ക്ലാസ് ഉണ്ട്. അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ആളുകൾ ഓൺലൈനായിട്ട് കൃഷ്ണശ്രീയുടെ അടുത്ത് ചേർന്ന് പഠിക്കുന്നുണ്ട്. കൃഷ്ണശ്രീയുടെ ഫോൺ നമ്പർ ഞാൻ കൃഷ്ണശ്രീ ആ പാടുമ്പോൾ അതിനകത്ത് കൊടുത്തേക്കും. നിങ്ങൾക്ക് കൃഷ്ണശ്രീയെ വിളിച്ചു കഴിഞ്ഞാൽ കൃഷ്ണശ്രീയുടെ അടുത്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സംഗീതം അഭ്യസിക്കാം. നിങ്ങൾ ഓർമ്മിക്കുക, ഇന്ന് ചാനലുകളിൽ നടക്കുന്ന റിയാലിറ്റി ഷോകളുണ്ടല്ലോ, അതിനകത്തൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നവര് നമ്മളുടെ കൃഷ്ണശ്രീ ട്രെയിൻ ചെയ്ത കുട്ടികളാണ്. അതെങ്ങനെ മുൻപന്തിയിൽ നിൽക്കാതിരിക്കും? നമ്മുടെ ഈ ചാനലിൽ കേട്ടിട്ട് നിരവധി പേര് കൃഷ്ണശ്രീയുടെ അടുത്ത് ഓൺലൈനായിട്ട് അഭ്യസിക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ എന്നെ വിളിക്കും. അപ്പൊ ഞാൻ അവരോട് ചോദിക്കും, എങ്ങനെയുണ്ട് കൃഷ്ണശ്രീ? അവര് പറയുന്നത് ഇത്രയും സിൻസിയറായ ഒരു ടീച്ചർ. അവരങ്ങനെയാ പറയുന്നത്, സാറേ ഭയങ്കര സിൻസിയറാണ്. നമ്മൾ വളരെ റെയറായിട്ടേ എല്ലാവർക്കും കാണാൻ പറ്റും. സാധാരണ ആൾക്കാരൊക്കെ വെറും പണത്തിന് വേണ്ടിയാണ് സാറേ. ഇത് പണത്തിന് വേണ്ടിയല്ല, സംഗീതം ഒരു തപസ്യയായി മാറ്റിയ ആളാണ്. ഇങ്ങനെയാണ് ആളുകൾ എനിക്ക് ഫീഡ്ബാക്ക് തരുന്നത് കൃഷ്ണശ്രീയെ കുറിച്ച്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. കാരണം നന്നായി അറിഞ്ഞിട്ടേ ഞാൻ ആരെക്കുറിച്ചും എന്തും പറയത്തുള്ളൂ. അപ്പം അത് വേണം കൃഷ്ണശ്രീ, ആ ആത്മാർത്ഥത വേണം. എപ്പോഴും നിങ്ങൾ മ്യൂസിക് ഓൺലൈനിൽ ചേരുന്നവർക്ക് എന്ത് സംശയവും അത് തീർത്തു കൊടുക്കാൻ കൃഷ്ണശ്രീ റെഡിയാണെന്നാണ് അവരെല്ലാവരും പറയുന്നത്. അതാണ് കൃഷ്ണശ്രീയുടെ ക്വാളിറ്റി. അതേ കൃഷ്ണശ്രീ ഭാവിയിൽ വലിയ ഗായികയാകട്ടെ, ഈ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ അറിയപ്പെടുന്ന ഗായികയാകട്ടെ, പുറം ലോകങ്ങളും അറിയപ്പെടുന്ന ഗായികയാകട്ടെ. അപ്പൊ ഞങ്ങൾക്കൊക്കെ അഭിമാനത്തോടെ പറയാം, രാധേ രാധേ എന്ന ചാനലിൽ നാരായണീയം പാടിയിട്ടുണ്ട്. ഇന്ന് പ്രശസ്തയായി നിൽക്കുന്ന കൃഷ്ണശ്രീക്ക് അതിനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ ചാനൽ കാണുന്ന ഓരോരുത്തരും കൃഷ്ണശ്രീ വലിയ ആളാകാൻ പ്രാർത്ഥിക്കണം. കാരണം കൃഷ്ണശ്രീ നമുക്ക് പറയുന്നതിന് മുമ്പാണ് പാടിയിട്ട് തരുന്നത്. ഇനി വേണോ സാറേ എന്നാണ് ചോദിക്കുന്നത്. അതെ, രാധേ രാധേ ചാനലിന്റെ അഭിമാനമായ കൃഷ്ണശ്രീ പാടുകയാണ് നാരായണീയം ഹൃദയത്തിൽ തട്ടി. ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വകന്ത ചന്ദാംസി കേശവഘനാസ്തവ കേശപാശാ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പക്ഷ്മാണി രാത്രി ദിവസൗ സവിതാ ച നേത്രേ. അപ്പോൾ നിങ്ങൾക്കേറെ പ്രിയപ്പെട്ട നമ്മുടെ കൃഷ്ണശ്രീ അത് ഹൃദയത്തിൽ തട്ടി അതിമനോഹരമായി തന്നെ പാടിയത് നിങ്ങൾ കേട്ടല്ലോ. ഞാൻ ഇനി അത് നിങ്ങളെ പഠിപ്പിച്ചു തരാം. നോക്കേ, ബ്രഹ്മരന്ധ്ര പദമീശ്വര വിശ്വകന്ത ചന്ദാംസി കേശവ ഖനാസ്തവ കേശപാശ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പഷ്മാണി രാത്രി ദിവസവും സവിതാച്ച നേത്രേ. അർത്ഥം എഴുതിക്കൊള്ളൂ. അങ്ങയുടെ ബ്രഹ്മരന്ധ്രപദം. അത് ഇച്ചിരി വിശദമായ അർത്ഥം എഴുതണം. ബ്രഹ്മരന്ധ്രപദം അർത്ഥം എഴുതിക്കോ. സുഷുമ്നാ നാഡിയുടെ എഴുതിക്കോ. സുഷുമ്നാ നാഡിയുടെ മുകളിലത്തെ അറ്റത്തിന് നേരെ തലയോട്ടിയിലുള്ള, മുകളിലത്തെ അറ്റത്തിന് മേലറ്റത്തിന് നേരെ തലയോട്ടിയിലുള്ള അതിസൂക്ഷ്മമായ ദ്വാരം. ഈ ദ്വാരത്തെയാണ് ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നത്. ഒന്നും കൂടെ എഴുതി ഞാൻ പറഞ്ഞുതരാം. സുഷുമ്നാ നാഡിയുടെ മേലറ്റത്തിന് നേരെ തലയോട്ടിയിലുള്ള അതിസൂക്ഷ്മമായ ഒരു ദ്വാരം, ഇതാണ് ബ്രഹ്മരന്ധ്രം. വിശ്വകന്ത
അർത്ഥം ലോക സൃഷ്ടിക്ക് കാരണമായവനെ. ലോക സൃഷ്ടിക്ക് കാരണമായവനെ. ഛന്ദാംസി, ഛന്ദസ് എന്ന് പറഞ്ഞാൽ അർത്ഥം എഴുതിക്കോ, വൃത്തത്തിന് ആധാരമായ അക്ഷരവിന്യാസം. വൃത്തത്തിന് ആധാരമായ അക്ഷരവിന്യാസം. കൊച്ചിലെ നിങ്ങൾ പഠിക്കുമ്പം ശാർദൂല വിക്രീഡോ എന്നൊക്കെ പഠിക്കത്തില്ലേ? അങ്ങനെയൊക്കെ അല്ലേ? എന്തുവാ ഗുരു ലഘു ഒക്കെ തിരിക്കുമല്ലോ. 12 മസജം എന്തുവാ സദന്ത ഗംഗം, അത്ര വലിയ ഓർമ്മ വരുന്നില്ല. സദന്ത അങ്ങനെയൊക്കെ നിങ്ങൾ പറയുമല്ലോ. അതിനെയാണ് എന്ത് പേര് വിളിക്കുന്നത്? ഈ പിന്നെ ഛന്ദാംസി എന്ന് പറയുന്ന അക്ഷരവിന്യാസമാണ്. മഗണം, സഗണം, ചഗണം എന്നൊക്കെ പറയും. പിന്നെ എന്തുവാ പറയേണ്ടത്? മധ്യഗുരു എന്നൊക്കെ പറഞ്ഞ് അക്ഷരത്തെ വിന്യസിക്കുമല്ലോ. അതാണ് സദന്ത ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അർത്ഥം എഴുതേണ്ടത് ഛന്ദാംസി, വൃത്തത്തിന് ആധാരമായ അക്ഷരവിന്യാസം. അക്ഷരവിന്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വൃത്തം തിരിക്കാൻ സ്കൂളിൽ ഗുരു ലഘു തിരിക്കുന്നതാണ് കാര്യം. ഖന, ഖന മേഘങ്ങളാകുന്നു. ഖന മേഘങ്ങളാകുന്നു. തവ അങ്ങയുടെ. കേശപാശ തലമുടി. കേശപാശ തലമുടി. ഉല്ലാസി, ഉല്ലാസി ഉല്ലസിക്കുന്നു. ഉല്ലസിക്കുന്നു. ചില്ലി യുഗളം, ചില്ലി യുഗളം പുരികങ്ങൾ രണ്ടും. ചില്ലി യുഗളം പുരികങ്ങൾ രണ്ടും. ദ്രുഹിണസ്യ, ദ്രുഹിണസ്യ ബ്രഹ്മാവിൻ്റെ. ദ്രുഹിണസ്യ ബ്രഹ്മാവിൻ്റെ. ഗേഹം, ഗേഹം വീട്, ബ്രഹ്മാവിൻ്റെ വീട്. പഷ്മാണി, പഷ്മാണി കൺപീലികൾ. പഷ്മാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺപീലികൾ. രാത്രി ദിവസവും, രാത്രിയും പകലും. രാത്രി ദിവസവും, ദിവസവും പകല്, രാത്രിയും പകലുമാകുന്നു. സവിതാച്ച, സവിതാച്ച സൂര്യനുമാകുന്നു. സവിതാച്ച സൂര്യനുമാകുന്നു. നേത്രേ, നേത്രേ കണ്ണുകൾ രണ്ടും. ഇനി ഇതിൻ്റെ അർത്ഥം ഞാൻ മൊത്തത്തിലൊന്ന് പറഞ്ഞു തരാം. വിശ്വത്തിന് കാരണഭൂതനും, വിശ്വം എന്ന് പറഞ്ഞാൽ ലോകം, ഈ ലോകത്തിന് കാരണമായിട്ടുള്ളവനും ഈശ്വരനുമായ ഹേ ഗുരുവായൂരപ്പ, നിൻതിരുവടിയുടെ ബ്രഹ്മരന്ധ്രം ഛന്ദസ്സുകളാകുന്നു. ആ ഛന്ദസ്സിന് ഒത്തിരി അർത്ഥമുണ്ട്. അത് 2ാമത്തെ വരിയിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും വിശദമായിട്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ സൃഷ്ടിക്ക് കാരണമായിട്ടുള്ളവനും ഈശ്വരനുമായ ഗുരുവായൂരപ്പ, അങ്ങയുടെ സുഷുമ്നാ നാഡിയുടെ മേലറ്റത്തിൽ തലയോട്ടിയോട് ചേർന്നുള്ള സൂക്ഷ്മരന്ധ്രം, ആ ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നത് ഛന്ദസ്സാകുന്നു. ഛന്ദസ് വിശദമായി പഠിപ്പിക്കേണ്ടതാണ്, പഠിപ്പിക്കും. അല്ലയോ കേശവ, അങ്ങയുടെ തലമുടിയാണ് നമ്മൾ ആകാശത്ത് കാണുന്ന മേഘങ്ങൾ. ഇപ്പം നിങ്ങൾ ആകാശത്ത് മേഘങ്ങൾ കാണും, അത് ഭഗവാന്റെ പീലി തിരുമുടിയാകുന്നു. അങ്ങയുടെ അങ്ങേയറ്റം ശോഭിക്കുന്ന പുരികങ്ങളുണ്ടല്ലോ ഭഗവാനെ, ഭഗവാന്റെ പുരികങ്ങളാണ്. അത് ബ്രഹ്മാവിൻ്റെ വീടാണ്. ഭഗവാന്റെ പുരികത്തിൽ ബ്രഹ്മാവ് വസിക്കുന്നു. ബ്രഹ്മാവിൻ്റെ വീടുണ്ട്. അപ്പോൾ ഭഗവാന്റെ തലമുടി നമ്മൾ കാണുന്ന കാർമേഘങ്ങളും, അതേ കണക്ക് തന്നെ ഭഗവാന്റെ പുരികങ്ങൾ ബ്രഹ്മാവിൻ്റെ വീടുമാണ്. ഭഗവാന്റെ കൺപീലികൾ രണ്ടും രാത്രിയും പകലുമാണ്. ഒരു കണ്ണിൻ്റെ പീലി രാത്രിയും അടുത്ത കണ്ണിൻ്റെ പീലി പകലുമാകുന്നു. പിന്നെ ഭഗവാന്റെ 2 കണ്ണുകളാകട്ടെ സൂര്യനാകുന്നു. ഭഗവാന്റെ കണ്ണുകൾ സൂര്യനാകുന്നു, കൺപീലികൾ രാത്രിയും പകലുമാകുന്നു. അപ്പോൾ ഇവിടെ എന്താണ് നാരായണ കവി പറഞ്ഞിരിക്കുന്നത്? ഈ ലോകത്തിന് കാരണമായിട്ടുള്ളവനെ കൃഷ്ണ ഗുരുവായൂരപ്പ, അങ്ങയുടെ ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നത് മന്ത്രത്തിനാവശ്യമായ ഛന്ദസ്സാണ്. കേശവ, അങ്ങയുടെ തലമുടി മേഘങ്ങളാണ്. അതേ കണക്ക് തന്നെ അങ്ങയുടെ അങ്ങേയറ്റം ശോഭിക്കുന്ന പുരികങ്ങളിൽ ബ്രഹ്മാവ് വസിക്കുന്നു. അങ്ങയുടെ കൺപീലികൾ രാത്രിയും പകലുമാണ്. അങ്ങയുടെ 2 കണ്ണുകളെന്ന് പറയുന്നത് സൂര്യനാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് 1ാമത്തെ വരി നോക്കാം. ത്വത് ബ്രഹ്മരന്ധ്ര പദമീശ്വര വിശ്വകന്ത. ത്വത് അങ്ങയുടെ ബ്രഹ്മരന്ധ്ര പദം, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സുഷുമ്നാ നാഡിയുടെ മേലറ്റത്തിന് നേരെ
തലയോട്ടിയിലുള്ള അതീവ സൂക്ഷ്മമായ ദ്വാരം. വിശ്വകന്ധ, ലോക സൃഷ്ടിക്ക് കാരണമാകുന്നു. അപ്പോൾ ഒന്നാമത്തെ വരിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ലോകത്തിൻ്റെ സൃഷ്ടിക്ക് കാരണക്കാരൻ ഗുരുവായൂരപ്പനാണ്. നമ്മുടെ ഗുരുവായൂർ ശ്രീലകത്ത് വിലസുന്ന പൊന്നുണ്ണി കണ്ണനാണ് ഈ ലോകത്തിൻ്റെ സൃഷ്ടിക്ക് മുഴുവനും കാരണമായിട്ടുള്ളവൻ. അങ്ങനെയുള്ള ഭഗവാന്റെ ബ്രഹ്മരന്ധ്രത്തെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ള ഭഗവാന്റെ ബ്രഹ്മരന്ധ്രം എന്താണെന്ന് ഒന്നാമത്തെ വരിയിൽ പറയുന്നു. നമ്മുടെ സുഷുമ്നാ നാഡിയുടെ മേലറ്റത്തിന് നേരെ തലയോട്ടിയിലുള്ളായിട്ട് അതിസൂക്ഷ്മമായ ദ്വാരം സ്ഥിതി ചെയ്യുന്നു. ഇതാണ് ബ്രഹ്മരന്ധ്രം. ഇതെടുത്തു പറയാൻ കാരണം ഭഗവാന് നമ്മൾ വിരാട് പുരുഷനായിട്ടാണ് സങ്കല്പിക്കുന്നത്. എന്താണ് വിരാട് പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വിരാട് പുരുഷൻ എന്ന് പറഞ്ഞാൽ 14 ലോകങ്ങളുണ്ട്. അതിൽ ഓരോ ലോകവും ഓരോ അവയവത്തിൽ കൊണ്ട് നടക്കുന്നവനാണ് വിരാട് പുരുഷൻ. അപ്പം ഭഗവാന്റെ ഓരോ അവയവത്തിലും ഓരോ ലോകം കാണാൻ പറ്റും. അങ്ങനെ ശരീരം മുഴുവനും വിവിധ ലോകങ്ങളും അതിലെ ജന്തുജാലങ്ങളും മനുഷ്യരും സകലതും പർവ്വതങ്ങളും നദികളും എല്ലാം ആ ശരീരത്തിനകത്ത് ഉണ്ട്. അങ്ങനെ കാത്തു സൂക്ഷിക്കുന്നവനെയാണ് വിരാട് പുരുഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഭഗവാന്റെ പാദത്തിൻ്റെ അടിഭാഗം പാതാളം. അപ്പോൾ പാതാള ലോകത്ത് ആരൊക്കെ വസിക്കുന്നുണ്ടോ? ഒരു കുഞ്ഞ് എറുമ്പുണ്ടെങ്കിൽ അതുവരെ പാദത്തിൽ കാണാം. അതേ കണക്ക് ഭഗവാന്റെ കഴുത്താണ് ആരെന്ന് പറയുന്നത്? മഹർലോകം. അപ്പോൾ ഭഗവാന്റെ കഴുത്തിലോട്ട് നോക്കിയാൽ മഹർ ലോകത്തിൽ എത്ര പേര് ജീവിക്കുന്നുണ്ട്, എത്ര ഋഷിമാരുണ്ട്. അവിടെ പർവ്വതമുണ്ടെങ്കിൽ അത്, നദികളുണ്ടെങ്കിൽ അത്, അങ്ങനെ മഹർ ലോകത്തിലുള്ള സകല ആൾക്കാരെയും ഭഗവാന്റെ കഴുത്തിൽ കാണാം. അങ്ങനെ ഭഗവാന്റെ ഓരോ ഭാഗത്തും ഓരോ ലോകവും അവിടുത്തെ സകല ജീവജാലങ്ങളെയും ഉൾക്കൊണ്ട് നിൽക്കും. അതാണ് വിരാട് പുരുഷൻ. ആ വിരാട് പുരുഷന്റെ ബ്രഹ്മരന്ധ്രത്തെക്കുറിച്ച് അങ്ങോട്ട് വിവരിക്കാൻ പോവുകയാണ്. അത് രണ്ടാമത്തെ വരിയിൽ അതിഗംഭീരമായി അങ്ങോട്ട് വിവരിക്കുകയാണ്. കേട്ടുള്ളൂ. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. അത് ഇച്ചിരി പ്രധാനമാണ്. ഛന്ദാംസി കേശവ കനാസ്തവ കേശപാശ. ഛന്ദാംസി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വൃത്തം ഇല്ലേ? ആ വൃത്തത്തിന് വേണ്ടുന്ന അക്ഷര വിന്യാസമാണ്. അത് പറഞ്ഞു തരാം. അതിന് ഒരുപാട് അർത്ഥമുണ്ട് ഛന്ദത്തിന്. ഖന, ഖന മേഘങ്ങളാകുന്നു. തവ, തവ അങ്ങയുടെ. കേശപാശം തലമുടി. അപ്പം നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു കഴിഞ്ഞു. അത് ഒന്നും കൂടെ ആവർത്തിച്ചു പറയുകയാണ്. കാരണം ബ്രഹ്മരന്ധ്രം എന്തെന്ന് വ്യക്തമായിട്ടറിയണം. സുഷുമ്ന നാഡിയുടെ മേലറ്റത്തിന് നേരെ തലയോട്ടിയിലുള്ള വളരെ ചെറിയ ദ്വാരം, വളരെ ചെറിയ ദ്വാരമാണ് ബ്രഹ്മരന്ധ്രം. അപ്പോൾ ഇത് കുറച്ച് തവണ കേട്ടപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടി കാണും. അപ്പോൾ ഭഗവാനെ വിരാട് പുരുഷനായി സങ്കല്പിക്കുമ്പോൾ ഈ ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നത് ഛന്ദസ്സാണെന്നാണ് പറയുന്നത്. അപ്പോൾ ബ്രഹ്മരന്ധ്രം എന്തെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ബ്രഹ്മരന്ധ്രത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ബ്രഹ്മരന്ധ്രം ഏതാണ്? ബ്രഹ്മരന്ധ്രം എന്ന് പറഞ്ഞാൽ സുഷുമ്നാ നാഡിയുടെ മേലറ്റത്തിന് നേരെയായിട്ട് തലയോട്ടിയിൽ കാണുന്ന വളരെ ചെറിയ ദ്വാരമാണ് ആരെന്ന് പറയുന്നത്? ബ്രഹ്മരന്ധ്രം. ഭഗവാനെ വിരാട് പുരുഷനായി നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ, ഇപ്പം വിരാട് പുരുഷൻ അറിയാം ഇല്ലേ? ഭഗവാന്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും ഓരോ ലോകങ്ങൾ വഹിക്കുകയാണ്. അവിടുത്തെ ജനങ്ങളെയും പക്ഷികളെയും പർവ്വതങ്ങളെയും എല്ലാം. അപ്പോൾ ഈ ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നത് ഛന്ദസ്സാകുന്നു എന്നാണ് പറയുന്നത്. ഇത് പ്രേക്ഷകർ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഛന്ദസ് എന്ന് പറയുന്നതിന് 4 അർത്ഥമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഭഗവാന്റെ ബ്രഹ്മരന്ധ്രം ഛന്ദസ്സാകുന്നു. ഛന്ദസ്സിന് 4 അർത്ഥം. 1 ഇച്ഛ അല്ലെങ്കിൽ ആഗ്രഹം, 2 സൂക്തം, 3 വേദം, 4 വൃത്തത്തിന് ആധാരമായ അക്ഷരവിന്യാസം. അതായത് പിന്നെ ഹ്രസ്വം ദീർഘം, അതായത് ഗുരു, ലഘു, തഗണം, ജഗണം, മഗണം അങ്ങനെ പറയുന്നത്. ഇങ്ങനെ 4 അർത്ഥങ്ങളുണ്ട്. നമുക്ക് ഓരോ അർത്ഥമായിട്ട് എടുക്കാം. ആദ്യം ഇച്ഛ. ഇച്ഛ എന്ന് പറഞ്ഞാൽ ആഗ്രഹം. ആ ഇച്ഛ എന്ന വാക്കെടുത്തു കഴിഞ്ഞാൽ
ബ്രഹ്മരന്ധ്രത്തിന് അതെങ്ങനെയാണ് ചേരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. മായയോട് ഭഗവാൻ പറഞ്ഞു ഈ പ്രപഞ്ചമായി മാറാൻ പറഞ്ഞു. അങ്ങനെ ഭഗവാൻ മായയെ ഈ പ്രപഞ്ചമാകാൻ പ്രേരിപ്പിച്ചു. എന്തുകൊണ്ട് പ്രേരിപ്പിച്ചു? പ്രപഞ്ചം ഉണ്ടാകണം എന്നൊരാഗ്രഹം ഭഗവാൻ ഉണ്ടായി. മനസ്സിലായില്ലേ? ഭഗവാൻ തൻ്റെ നിദ്രയിൽ നിന്ന് ഉണർന്നിട്ട് മായയോട് പറഞ്ഞു നീ ഈ പ്രപഞ്ചം ആയി മാറണം. അങ്ങനെ പറയാൻ കാര്യം, ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാന് ഒരാഗ്രഹമുണ്ടായി പ്രപഞ്ചം ഉണ്ടാകണമെന്ന്. അങ്ങനെ ഭഗവാന് തോന്നിയ ആ ആഗ്രഹം, ആ ഇച്ഛ, അതാണ് ബ്രഹ്മരന്ധ്രം. അപ്പൊ പ്രപഞ്ചം സൃഷ്ടിക്കണമെന്ന് ഭഗവാന് തോന്നിയ ഇച്ഛയാണ് ബ്രഹ്മരന്ധ്രം. ഇത് ഒരർത്ഥം. ഇനി ഛന്ദസ്സിന്റെ രണ്ടാമത്തെ അർത്ഥം നമുക്കെടുക്കാം, സൂക്തം. സൂക്തം വൈദിക സൂക്തങ്ങളുണ്ട്, മനസ്സിലായില്ലേ? വൈദികങ്ങളല്ലാത്ത സൂക്തങ്ങളും ഉണ്ട്. ഇപ്പൊ വേദങ്ങളിൽ കാണുന്ന സൂക്തങ്ങളുണ്ടല്ലോ, നമുക്കറിയാം പുരുഷ സൂക്തമുണ്ട്, നാരായണ സൂക്തമുണ്ട്, പിന്നെ ശ്രീ സൂക്തമുണ്ട്, പിന്നെ വൈദികമല്ലാത്ത പല പല മന്ത്രങ്ങൾ. അപ്പോൾ രണ്ടാമത്തെ അർത്ഥം ഛന്ദസ്സിന് 4 അർത്ഥം. ഒന്നാമത്തെ അർത്ഥം ഇച്ഛ കണ്ടു കഴിഞ്ഞു. രണ്ടാമത്തെ അർത്ഥം സൂക്തം. ആ സൂക്തം എന്ന അർത്ഥം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സകല സൂക്തങ്ങളും, നമ്മുടെ പുരുഷ സൂക്തം, ശ്രീ സൂക്തം, നാരായണ സൂക്തം, അപ്പോൾ വൈദികമായതും അല്ലാത്തതുമായ സകല സൂക്തങ്ങളെയും ബ്രഹ്മരന്ധ്രം എന്ന് വിളിക്കുന്നു. ഈ ബ്രഹ്മരന്ധ്രമാണ് സകല സൂക്തങ്ങളും. വിരാട് പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ബ്രഹ്മരന്ധ്രമാണ് ഈ സൂക്തങ്ങളെല്ലാം. അപ്പോൾ ആ ബ്രഹ്മരന്ധ്രത്തിന്റെ പ്രാധാന്യം മനസ്സിലായല്ലോ. ഇനി ഛന്ദസ്സിന്റെ മൂന്നാമത്തെ അർത്ഥം വേദം, അല്ലേ? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഈ 4 വേദങ്ങളും ഏതാകുന്നു? ബ്രഹ്മരന്ധ്രമാകുന്നു. അപ്പൊ 4 വേദങ്ങളും ബ്രഹ്മരന്ധ്രമാകുന്നു. ഇനി നമുക്ക് നാലാമത്തെ അർത്ഥം എടുക്കാം. ഛന്ദസ്സിന്റെ നാലാമത്തെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തത്തിന് ആധാരമായിട്ടുള്ള അക്ഷരഗണങ്ങളുടെ സംവിധാനത്തെ, അതായത് ഗുരു, ലഘു, മഗണം, തഗണം എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ പേരാണ് ഛന്ദസ്. മനസ്സിലായില്ലേ? നമ്മൾ ഒരു പദ്യം എഴുതുമ്പോൾ അതിനൊരു വൃത്തം കാണും, അല്ലേ? ശാർദൂല വിക്രീഡിതം 12 മസജം സദന്ത ഗുരുവും അങ്ങനെ കണ്ടല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ സഗണം, തഗണം, ജഗണം അങ്ങനെ അക്ഷരങ്ങളെ വിന്യസിച്ച് അതിനൊരു താളം വരുന്നതിനെ ഛന്ദസ് എന്ന പേര് വിളിക്കുന്നു. ഈ അർത്ഥം എങ്ങനെയാണ് ബ്രഹ്മരന്ധ്രത്തിന് യോജിക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ വേദങ്ങൾക്കും നമ്മുടെ സ്തോത്രങ്ങൾക്കും നമ്മുടെ പുരാണങ്ങൾക്ക് ഇതിഹാസങ്ങൾക്കെല്ലാം ആധാരം ഈ ഛന്ദസ്സാണ്. അതായത് വേദങ്ങൾക്ക് ആധാരമായി ഒരു ഛന്ദസ്സുണ്ട്, പുരാണങ്ങൾക്ക് ആധാരമായി ഒരു ഛന്ദസ്സുണ്ട്, ഇതിഹാസങ്ങൾക്ക് ആധാരമായി, സ്തോത്രത്തിന് ആധാരമായി, എല്ലാത്തിനും പ്രത്യേകം ഛന്ദസ്സുണ്ട്. നമ്മളിപ്പോൾ സഹസ്രനാമങ്ങളൊക്കെ ചൊല്ലുമ്പം നിങ്ങൾ കേട്ടിട്ടില്ലേ? അനുഷ്ഠു ഛന്ദഃ എന്ന് പറയുന്ന കേട്ടിട്ടില്ലേ? ഈ ഛന്ദസ്സാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ഈ ഛന്ദസ്സാണ് ബ്രഹ്മരന്ധ്രം. അതായത് തന്ത്രശാസ്ത്രം ഛന്ദസ്സുകളെ ദേവതമാരായിട്ടാണ് കണക്കാക്കുന്നത്. തന്ത്രശാസ്ത്രം ഛന്ദസ്സുകളെ ദേവതമാരായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം മന്ത്രങ്ങളും മന്ത്രബദ്ധമായ ശ്ലോകങ്ങളുണ്ട്. സൗന്ദര്യലഹരി മുഴുവനും മന്ത്രബദ്ധമായ ശ്ലോകങ്ങളാണത്. മന്ത്രമുണ്ട്, ഓം നമോ നാരായണായ, അതൊക്കെ മന്ത്രമാണ്. അതേസമയം മന്ത്രബദ്ധമായ ശ്ലോകം, സൗന്ദര്യലഹരി ശങ്കരാചാര്യ സ്വാമി രചിച്ചത് മുഴുവനും എന്താണ്? മന്ത്രബദ്ധമായ ശ്ലോകമാണ്. ഇത് ജപിക്കുന്ന അവസരത്തിൽ ഈ ഛന്ദോദേവതയെ സ്മരിച്ചുകൊണ്ടേ ഈ മന്ത്രങ്ങൾ തുടങ്ങൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ രാധികാ കവചം ജപിക്കുമല്ലോ. രാധികാ കവചം ജപിക്കുമ്പോൾ അതിനകത്ത് ഒരു വരി ഓർമ്മയുണ്ടോ? ഋഷിരസ്യ മഹാദേവോ അനുഷ്ടുപ് ഛന്ദച്ഛ കീർത്തിത. ഓർമ്മയുണ്ടോ? ഋഷിരസ്യ മഹാദേവോ അനുഷ്ടുപ് ഛന്ദസ്സ കീർത്തിത. അവിടുത്തെ ഛന്ദസ് ആരാകുന്നു? അനുഷ്ടുപ്പാകുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വേദങ്ങളുടെയും മന്ത്രങ്ങളുടെയും
മന്ത്രം അടങ്ങിയ ശ്ലോകങ്ങൾക്കുമെല്ലാം ഒരു ഛന്ദസ്സുണ്ട്, ഒരു ദേവതയുണ്ട്. ആ ദേവതയാണ് ആരെന്ന് പറയുന്നത്? ഭഗവാന്റെ ബ്രഹ്മരന്ധ്രം. ചുരുക്കി പറഞ്ഞാൽ മന്ത്രങ്ങളെയും സ്തോത്രങ്ങളെയും താങ്ങി നിർത്തുന്ന ശക്തികളാണ് ഛന്ദസ്സുകൾ. മന്ത്രങ്ങളെയും സ്തോത്രങ്ങളെയുമൊക്കെ താങ്ങി നിർത്തുന്ന ഛന്ദസ്സാണ് ഏതെന്ന് പറയുന്നത്? സ്തോത്രം. നമ്മൾ പില്ലറിൽ കെട്ടിടം താങ്ങി നിർത്തുന്നത് പോലെ പില്ലറിനകത്ത് ഇപ്പോൾ കാറിൻ്റെ നമ്മൾ ഇങ്ങനെ മുമ്പിൽ കോൺക്രീറ്റ് വാർക്കുമ്പോൾ പില്ലർ കൊടുക്കും. ആ പില്ലറാണ് ഏതെന്ന് പറയുന്നത്? ഛന്ദസ്. ആ രാധികാ കവചത്തിന്റെ പില്ലറാണ് ഋഷിരസ്യ മഹാദേവോ അനുഷ്ടുപ് ഛന്ദച്ച കീർത്തിത. അനുഷ്ടുപ് എന്ന് പറയുന്നത് അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഭഗവാന്റെ ബ്രഹ്മരന്ധ്രം ഛന്ദസ്സാണ്. ഛന്ദസ്സിന് 4 അർത്ഥമുണ്ട്. ഒന്ന് ഇച്ഛ, അതായത് ആഗ്രഹം എന്ന് പറഞ്ഞാൽ മായയോട് ഭഗവാൻ പ്രപഞ്ചം സൃഷ്ടിക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം ഭഗവാൻ ആഗ്രഹം തോന്നി. ഭഗവാന് തോന്നിയ ഈ ആഗ്രഹമാണ് ബ്രഹ്മരന്ധ്രം. രണ്ടാമത്തെ അർത്ഥം സൂക്തം. രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് സൂക്തം. സൂക്തങ്ങൾ എന്ന് പറയുമ്പം പുരുഷ സൂക്തം, ശ്രീ സൂക്തം, നാരായണ സൂക്തം. അപ്പോൾ വൈദികവും വൈദികമല്ലാത്തതുമായ എല്ലാ സൂക്തങ്ങളെയും ബ്രഹ്മരന്ധ്രം എന്ന് വിളിക്കും. 3 ഋഗ്വേദം, യജുർവേദം, സാമവേദം ഇതെല്ലാം ഭഗവാന്റെ ബ്രഹ്മരന്ധ്രങ്ങളാണ്. 4 ഛന്ദസ്. ആ ഛന്ദസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും വേദങ്ങളെയും സ്തോത്രങ്ങളെയും ഒക്കെ താങ്ങി നിർത്തുന്നത് ഈ ഛന്ദസ്സാണ്. മന്ത്രങ്ങൾക്ക് ശക്തി കൊടുക്കുന്നത് ഈ ഛന്ദസ്സാണ്. ആ ഛന്ദസ്സാണ് ആരെന്ന് പറയുന്നത്? സാക്ഷാൽ ഭഗവാന്റെ ബ്രഹ്മരന്ധ്രം. ഇപ്പോൾ നമ്മൾ ബ്രഹ്മരന്ധ്രത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി ആ രണ്ടാമത്തെ വരി നോക്കേ, ഛന്ദാംസി. ഇപ്പം ഛന്ദസ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കേശവ, ഭയങ്കര അർത്ഥമുള്ളൊരു വാക്കാണ്, ഞാൻ പഠിപ്പിച്ചു തരാം. കേശവ ഖനാസ്തവ. ഖനാസ്തവ കേശപാശ. അതാണ് കേശവ ഖനാസ്തവ കേശപാശ. ഖനം മേഘം. അതാണ് പറയുന്നത്. കേശവ, അങ്ങയുടെ കേശപാശം എന്ന് പറഞ്ഞാൽ തലമുടി. അല്ലയോ കേശവ, അങ്ങയുടെ തലമുടി എന്ന് പറയുന്നത് ഏതാകുന്നു? മേഘങ്ങളാകുന്നു. വളരെ ശ്രദ്ധിക്കുക. വിരാട് പുരുഷന്റെ മറ്റൊരു പേരാണ് കേശവൻ. ആ കേശവന്റെ മുടികളാണ് ആകാശത്ത് നിൽക്കുന്ന മേഘങ്ങൾ. ഈ മേഘങ്ങൾ തണുത്ത് ഘനീഭവിച്ചാണ് സത്യത്തിൽ ജലമുണ്ടാകുന്നത്. ഇത് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ഒരുപാട് പ്രാധാന്യമുള്ളൊരു വരിയാണ് ഈ രണ്ടാമത്തെ വരി മുഴുവനും. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടെ. വിരാട് പുരുഷന്റെ മറ്റൊരു പേരാണ് കേശവൻ. കേശവന്റെ മുടിയാണ് മേഘം. ഈ മേഘങ്ങളാണ് നമുക്ക് ജലം തരുന്നത്. ഈ കേശവന് ഒത്തിരി അർത്ഥമുണ്ട്. ഒരർത്ഥം നിങ്ങൾക്കെല്ലാം അറിയാം. കേശവൻ എന്ന് പറഞ്ഞാൽ കേശി എന്ന അസുരനെ നിഗ്രഹിച്ചവൻ. അപ്പൊ കേശിയെ നിഗ്രഹിച്ചവനാണ് കേശവൻ. ഇനി കേശവൻ എന്ന പദത്തെ ഒന്ന് പിരിച്ചെഴുതിയേ. കേശവൻ എന്ന പദത്തെ നിങ്ങൾ പിരിച്ചെഴുതുമ്പോൾ അതിനെ പിരിച്ചെഴുതുന്നത് കം പ്ലസ്, കണ്ടില്ലേ? കം അധികം ഖൻ അധികം ആ അധികം ഇ. മലയാള ഭാഷാ വിദഗ്ധന്മാർ ഉണ്ടെങ്കിൽ മനസ്സിലാവുമല്ലോ. അപ്പൊ നമ്മൾ കേശവനെ പിരിച്ചെഴുതുമ്പോൾ കേശവൻ എന്ന പദത്തെ വിഗ്രഹിച്ചു കഴിഞ്ഞാൽ കം അധികം ഖൻ അധികം ആ അധികം ഇ. ഇവിടെ ശ്രദ്ധിക്കണം. കം എന്ന് പറഞ്ഞാൽ ജലം, അതായത് ജലത്തിൽ ശയിക്കുന്നവനാണ്. അപ്പൊ കേശവൻ എന്ന് പറഞ്ഞാൽ കേശവൻ എന്ന പദത്തെ നിങ്ങൾ പിരിച്ചെഴുതുമ്പോൾ ആദ്യത്തെ വാക്ക് കം. കം എന്ന് പറഞ്ഞാൽ ജലത്തിൽ ശയിക്കുന്നവൻ. മനസ്സിലായില്ലേ? ജലത്തിനകത്ത് കണ്ടില്ലേ, സമുദ്രത്തിന്റെ നടുക്കല്ലേ കിടക്കുന്നത്. കൻ ബ്രഹ്മാവ്, കൻ ബ്രഹ്മാവ്. പിന്നെ മൂന്നാമത്തെ വാക്ക് ആ എന്ന് പറഞ്ഞാൽ വിഷ്ണു. നാലാമത്തെ വാക്ക് ഈ എന്ന് പറഞ്ഞാൽ ഈശൻ, ഈശ്വരൻ. വളരെ മനസ്സിലാവുന്നുണ്ടല്ലോ എൻ്റെ പ്രേക്ഷകർക്ക്? കേശവൻ എന്ന വാക്കിനെ ഗ്രാമാറ്റിക്കലി പിരിച്ചെഴുതിയാൽ കം അധികം കൻ അധികം ആ അധികം ഇ. കം എന്ന് പറഞ്ഞാൽ ജലം, ജലത്തിൽ ശയിക്കുന്നവനാണ് കേശവൻ. കൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്. ആ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു. ഈ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ. എന്ന് പറഞ്ഞാൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ
രൂപം ധരിച്ചവനാരോ അവനാണ് കേശവൻ. അപ്പൊ സാക്ഷാൽ കേശവൻ, സാക്ഷാൽ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ശിവന്റെയും രൂപം ധരിച്ചവനാണ്. അതായത് ബ്രഹ്മാവും മഹാവിഷ്ണുവും ശിവനുമെല്ലാം ആര് തന്നെയാണ്? കേശവൻ തന്നെയാണ്. അത് ഓർക്കാതെ പല മൂഢന്മാരും ശിവനാണ് ശക്തി, വിഷ്ണുവിനാണ് ശക്തി, ഒരിടക്കാലത്ത് വെച്ച് ശൈവന്മാരും വൈഷ്ണവന്മാരും തമ്മിൽ സംഘർഷം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലായോ? അപ്പൊ കേശവനെ പിരിച്ചെഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇനി കേശവന് മറ്റൊരർത്ഥവും കൂടെ ഉണ്ട്. കേശവന്റെ ഒരർത്ഥം നമ്മൾ പറഞ്ഞു, കേശിയെ നിഗ്രഹിച്ചവൻ. രണ്ടാമത്തെ അർത്ഥം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ രൂപം ധരിച്ചവനാണ് കേശവൻ. മൂന്നാമത്തെ അർത്ഥം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ സ്വാധീനിക്കുന്നവൻ കേശവൻ. അപ്പോൾ ഈ കേശവനെ സംബന്ധിച്ചിടത്തോളം കേശിയെ വധിച്ചവൻ, അതായത് മനുഷ്യ ജീവിതത്തിന്, ദേവന്മാരുടെ ജീവിതത്തിന്, ഭൂമിയിലെ ഏത് ജീവജാലങ്ങളുടെയും പ്രപഞ്ചത്തിലെ ആരുടെയും ജീവിതത്തിന് തടസ്സമായി വരുന്ന അസുരനെ നിഗ്രഹിക്കുന്നവനാണ് കേശവൻ. ജലത്തിൽ ശയിക്കുന്നവനാണ് കേശവൻ. ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും കേശവനാണ്. ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും മഹേശ്വരനെയും നിയന്ത്രിക്കുന്നവൻ കേശവനാണ്. ഇനി മനോഹരമായ കേശമുള്ളവനും കേശവനാണ്. അതിമനോഹരമായ മുടിയുള്ളവനും കേശവനാണ്. കണ്ടോ? അപ്പൊ ഇവിടെ എത്ര പ്രാധാന്യത്തോടെയാണ് നമ്മുടെ ഭട്ടതിരിപ്പാട് ആ വാക്ക് ഇല്ലേ, എങ്ങനെ ആ വരി ഛന്ദസി ഏതാണ്? കേശവ ഖനാസ്തവ കേശവാശ. ഇനി കേശവന്റെ അടുത്ത അർത്ഥം മനോഹരമായ മുടിയുള്ളവൻ എന്നാണ് അർത്ഥം. അതായത് കേശവന്റെ മുടി എന്ന് പറയുന്നത് ഖനമാണെന്നാ പറയുന്നത്, അതായത് മേഘം. ഇവിടെ വളരെ പ്രസക്തിയുണ്ട്, ശ്രദ്ധിച്ചു കേട്ടോണം. കേശവന്റെ മുടിയാണ് മേഘം. എന്താണ് മേഘം? മേഘം എന്നത് ചൂടിനെ ഇല്ലാതാക്കി നമുക്ക് തണുപ്പ്, ശീതളിമ പകരുന്നതാണ് ആരെന്ന് പറയുന്നത്? മേഘം. അതുപോലെ ശ്രദ്ധിച്ചു കേട്ടോണം, അതുപോലെ ആധ്യാത്മികതയില്ലാതെ ചുട്ടുപഴുത്തു ഉഴലുന്ന മനസ്സുകളെ ശാന്തമാക്കുന്നതാണ് കേശവനാമം. മനസ്സിലായോ? അപ്പൊ കേശവൻ എന്ന് പറഞ്ഞാൽ കേശവന്റെ മുടിയാണ് മേഘം. മേഘം എന്നത് ചൂടിനെ ഇല്ലാതാക്കുന്നതാണ്. അതുപോലെ മനുഷ്യന്റെ ദുഃഖങ്ങള്, മനുഷ്യന്റെ പ്രയാസങ്ങള് അങ്ങനെ ചുട്ടുപഴുത്ത് ജീവിത പ്രയാസങ്ങളിൽ നിൽക്കുന്നവനാരോ അവന്റെയൊക്കെ ദുഃഖങ്ങളുടെയും പ്രയാസത്തിൻ്റെയും ചൂട് ഇല്ലാതാക്കി മേഘത്തെ പോലെ തണുപ്പിക്കുന്നവനാണ് കേശവൻ. ഇനി ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ജലമാണ്. ജലമില്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ജലമില്ലെങ്കിൽ ഈ ലോകം എങ്ങനെ നിലനിൽക്കും? നമുക്കൊരു ദിവസം ജലമില്ലാതെ നിലനിൽക്കാൻ പറ്റുമോ? ഇല്ല. ഈ ജലം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? മേഘം തണുത്ത് ഘനീഭവിച്ചിട്ടാണ് ജലം ഉണ്ടാകുന്നത്. അപ്പൊ ജലം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിന്റെ നിലനിൽപ്പാണ്. അത് തരുന്നതാണ് മേഘം. ആ മേഘമാണ് കേശവന്റെ കേശം, അതായത് തലമുടി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തലമുടിയാണ് ഈ ലോകത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തലമുടി ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. ഏതുപോലെ? ലോകത്തിന്റെ നിലനിൽപ്പിന് ജലം വേണം, ഇല്ലെങ്കിൽ ഈ ലോകം നശിക്കും. അതുപോലെ ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് ഭഗവാന്റെ മുടി അത്യാവശ്യമാണ്. അപ്പൊ കേശവന്റെ അർത്ഥം നിങ്ങൾക്ക് പിടികിട്ടിയ എന്തുമാതിരി അർത്ഥം ഉണ്ടെന്ന് മനസ്സിലായ? ഭട്ടതിരിപ്പാട് ആരാന്ന് മനസ്സിലായ? ഇതിനകത്ത് അത്രയ്ക്ക് അർത്ഥം ഒളിഞ്ഞിരിക്കുന്നു. അപ്പൊ കേശവ എന്ന് വിളിക്കുമ്പോൾ കേശിയെ നിഗ്രഹിച്ചവൻ എന്ന് പറഞ്ഞാൽ ഏത് ധർമ്മം സ്ഥാപിക്കുന്നവരെയും ധർമ്മമാർഗത്തിൽ ജീവിക്കുന്നവരെയും ഉപദ്രവിക്കുന്ന അസുരൻ എന്ന കേശിമാരെയൊക്കെ നിഗ്രഹിക്കുന്നവൻ. കേശവനെ പിരിച്ചെഴുതിയ 4 വാക്ക് കം, അത് ജലത്തിൽ ശയിക്കുന്നവൻ. കൺ ബ്രഹ്മാവ്, ആ വിഷ്ണു, ഈ ഈശ്വരൻ. അപ്പൊ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ രൂപം ധരിച്ചവൻ കേശവൻ. ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും മഹേശ്വരനെയും സ്വാധീനിക്കുന്നവൻ കേശവൻ. ഇനി കേശവന് മനോഹരമായ മുടിയുള്ളവൻ എന്നർത്ഥം.
ആ മുടിയാണ് മേഘം. മേഘത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ചുട്ടുപഴുത്ത് കിടക്കുന്നതിനെ തണുപ്പിക്കുക. അതുപോലെ ജീവിത ദുഃഖങ്ങളിൽപ്പെട്ട് ചുട്ടുപഴുത്ത മനസ്സിനെ കേശവനാമം തണുപ്പിക്കുന്നു. 2, മേഘങ്ങൾ തണുത്താണ് ജലമുണ്ടാകുന്നത്. ജലമില്ലെങ്കിൽ ലോകമില്ല. ആ മേഘം എന്ന് പറയുന്നത് ഭഗവാന്റെ മുടിയാണ്. അപ്പൊ അതുപോലെ ഭഗവാന്റെ മുടിയില്ലെങ്കിൽ എന്താണ്? ഈ ലോകമില്ല. ജലത്തിലാണ് ഈ ലോകം നിലനിൽക്കുന്നത്. ആ ജലം നൽകുന്നത് ഭഗവാന്റെ തലമുടിയായ മേഘങ്ങളാണ്. അതുകൊണ്ട് കേശവന്റെ കേശമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഭൂമിയിൽ ജീവിതമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനിയാണ് അടുത്ത വാക്ക് കേശപാശം. ഈ പാശം എന്ന വാക്കിന് ഭയങ്കരമായ പ്രാധാന്യം ഉണ്ടെന്നറിയണം. എന്താണ്? വളരെ സൂക്ഷിച്ചു കേട്ടോ. പാശം എന്ന് പറഞ്ഞാൽ കയറ്. എന്താണ് കയറ്? 2 കാര്യങ്ങളെ തമ്മിൽ കെട്ടിയിടുന്നതാണ് കയറ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് കേശവ കനാസ്തവ കേശപാശം. കേശപാശം, കേശപാശം തലമുടി. ആ പാശം എന്ന വാക്കിന്റെ അർത്ഥം കയറെന്നാണ്. കയറെപ്പോഴും 2 എണ്ണത്തെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അതായത് കവി പറയുന്നു, പ്രപഞ്ചത്തിൽ അനേകം ഗോള സമൂഹങ്ങളുണ്ട്, അനേകം നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ പ്രപഞ്ചത്തിൽ കാണുന്ന അനേകം ഗോള സമൂഹങ്ങളെയും ഓരോ ജീവികളെയും പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാകുന്ന കയറാണ് ഭഗവാന്റെ തലമുടി. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ഗോള സമൂഹങ്ങളെയും ഓരോ ജീവികളെയും ബന്ധിപ്പിച്ച് നിർത്തുന്ന അപാരമായ ഒരു ശക്തിയായ കയറാണ് കേശവന്റെ കേശം. നമ്മൾ പറയത്തില്ലേ, എന്താണ് സയൻസും ഒക്കെ പറയുന്നത് അതല്ലേ? നക്ഷത്രങ്ങളൊക്കെ താഴെ വീഴാത്തത് എന്തുകൊണ്ടാണ്? ഇതിനെയൊക്കെ ബന്ധിപ്പിച്ച് നിർത്തുന്ന ഒരു എനർജി ഉണ്ടെന്നാണ്. ആ സകലരെയും ബന്ധിപ്പിച്ച് നിർത്തുന്ന ശക്തിയാണ് ഭഗവാന്റെ തലമുടി എന്ന് പറയുന്നത്. ഇത് ഭഗവാന്റെ തലമുടി ദ്രവ്യങ്ങളെ തമ്മിൽ ആകർഷിപ്പിക്കുന്നു, ജീവികളിൽ ജന്മവാസന ഉണ്ടാക്കുന്നു, മനുഷ്യനിൽ സ്നേഹമായി പ്രവർത്തിക്കുന്നു. ഭഗവാന്റെ കേശമില്ലെങ്കിൽ 2 മനുഷ്യർ എങ്ങനെയാണ് പരസ്പരം സ്നേഹത്തിലാകുന്നത്? അതല്ലേ രാധാകൃഷ്ണന്മാരിവിടെ വരുന്നത് തന്നെ അവതാര ഉദ്ദേശം. ഭഗവാന്റെ പീലി തിരുമുടിക്ക് ഇത്രയും പ്രാധാന്യം വന്നത് അങ്ങനെയാണ്. അങ്ങനെ മനുഷ്യനെയും ജീവികളെയും ദ്രവ്യങ്ങളെയും എല്ലാം ബന്ധിപ്പിക്കുന്ന പാശമാണ് ആരെന്ന് പറയുന്നത്? ഭഗവാന്റെ കേശം എന്ന് പറയുന്നത്. അങ്ങനെ ഇത്രയും അർത്ഥം 2ാമത്തെ വരിക്കകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ കേശപാശം, ആ കേശപാശം എന്ന് കവി പറഞ്ഞത് മനസ്സിലായല്ലോ. പാശമെന്ന് പറഞ്ഞ കയറ്. ഈ പ്രപഞ്ചത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കെ, സൂര്യൻ നിങ്ങൾ നടന്നു പോകുമ്പം അടന്ന് നിങ്ങളുടെ പെടലിക്കിരുന്നാൽ എങ്ങനെ ഇരിക്കും? ചന്ദ്രൻ അടന്ന് വീണ് പെടലിക്കിരുന്നാൽ എങ്ങനെ ഇരിക്കും? സൗരയുധം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ കറങ്ങുന്നത്. അതിൻ്റെ ബന്ധം വേർപെട്ടാൽ എങ്ങനെ ഇരിക്കും? ഒരു ട്രെയിനിൻ്റെ ബോഗി വേർപെടുന്നത് പോലെ. അപ്പൊ ഈ പ്രപഞ്ചത്തിലെ ഗോളങ്ങള് പരസ്പരം വേർപെട്ട് താഴെ വീഴാതെ അവരെ കെട്ടി നിർത്തുന്ന പാശം, കയറ്. ആ കയറാണ് കേശവന്റെ കേശപാശം എന്നാണ് കവി പറയുന്നത്. ഇനി നമുക്ക് 3ാമത്തെ വരിയിലേക്ക് വരാം. നോക്കിക്കൊള്ളൂ. ഉല്ലാസി ചില്ലീയുഗളം ദൃഹണസ്യ ഗേഹം. ഉല്ലാസി ആനന്ദിക്കുന്ന, ചില്ലീയുഗളം പുരികങ്ങൾ 2ഉം, ദൃഹണസ്യ ബ്രഹ്മാവിൻ്റെ, ഗേഹം വീട്, ആനന്ദത്താൽ ആറാടുന്ന ഭഗവാന്റെ 2 പുരികങ്ങളും ബ്രഹ്മാവിൻ്റെ വീടാകുന്നു എന്നാണ് പറയുന്നത്. അതായത് ഭഗവാന്റെ പുരികക്കൊടികൾ അങ്ങേയറ്റം തിളങ്ങുന്നതും വളരെയധികം ആനന്ദം അനുഭവിക്കുന്നതുമാണ്. ഭഗവാന്റെ ശരീരത്തിൽ ഒരു അവയവമാകാൻ ഭാഗ്യം കിട്ടുന്ന ആർക്കാണ് ആനന്ദം ഉണ്ടാകാത്തത്? ഈ പിരികക്കൊടികൾ ഇടയ്ക്കിടയ്ക്ക് അല്പാൽപ്പം ചലിക്കാറുണ്ട്, അത് പ്രകാശിക്കാറുമുണ്ട്. അപ്പം നമ്മൾ മനുഷ്യർക്ക് തന്നെ സംസാരിക്കുമ്പോഴൊക്കെ നമ്മുടെ പുരികക്കൊടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. ഇനി ഭട്ടതിരിപ്പാട് പറയുന്നു, ഈ പുരികക്കൊടികളിലാണ് ബ്രഹ്മാവ് താമസിക്കുന്നത്. അപ്പൊ സാക്ഷാൽ ബ്രഹ്മാവ് താമസിക്കുന്നത് ഈ പുരികക്കൊടികളിലാണ്. ഈ പുരികക്കൊടികളിൽ ഇരുന്നു കൊണ്ടാണ് ബ്രഹ്മാവ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി നടത്തുന്നത്.
അപ്പോൾ മനസ്സിലായല്ലോ, സാക്ഷാൽ ബ്രഹ്മാവ് ഇരിക്കുന്നത് ഭഗവാന്റെ പുരികക്കൊടിയിലാണ്. ഭഗവാന്റെ പുരികക്കൊടിയിൽ ഇരുന്നു കൊണ്ടാണ് ബ്രഹ്മാവ് ഏത് നടത്തുന്നത്? സൃഷ്ടി നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായ, സൃഷ്ടികർമ്മത്തിൽ ബ്രഹ്മാവ് ഒരു ഉപാധി മാത്രമാണ്. സൃഷ്ടികർമ്മത്തിൽ ബ്രഹ്മാവ് ഒരു ഉപാധി മാത്രമാണ്. ശരിക്കും ഈ സൃഷ്ടി നടത്തുന്നത് ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ മകൻ നിങ്ങൾക്ക് മണി ഓർഡറായിട്ട് കുറച്ച് രൂപ തരുന്നു. ആ രൂപ നിങ്ങളുടെ കയ്യിൽ കൊണ്ടുതരുന്നത് പോസ്റ്റ്മാനാ. പക്ഷേ പോസ്റ്റ്മാൻ അല്ലല്ലോ യഥാർത്ഥത്തിൽ പണം അയച്ച ആള് വേറെയല്ലേ. പോസ്റ്റ്മാൻ ഒരു ഉപാധി മാത്രം. അതുപോലെ ബ്രഹ്മാവ് സൃഷ്ടികർമ്മത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാകുന്നു. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി നടത്തുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ആകുന്നു. ഇനി 4ാമത്തെ വരിയിലേക്ക് കടക്കുകയാണ്. പശ്മാണി രാത്രി ദിവസവും സവിതാച നേത്രേ. പശ്മാണി കൺപീലികൾ, രാത്രി ദിവസവും, രാത്രി ദിവസവും പകല്, രാത്രിയും പകലുമാകുന്നു. സവിതാച സൂര്യനുമാകുന്നു. നേത്രേ കണ്ണുകൾ രണ്ടും. ഭഗവാന്റെ കൺപീലികൾ രാത്രിയും പകലുമാണ്. ഭഗവാന്റെ 2 കണ്ണുകള് സൂര്യനാണ്. ഇവിടെ കേട്ടോളണം, ഭഗവാന്റെ കണ്ണിന്റെ പീലികളുണ്ടല്ലോ, അത് രാത്രിയുമാണ് പകലുമാണ്. എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ കണ്ണുകൾ അടയ്ക്കുമ്പോൾ രാത്രി, അതായത് കൺപീലി അടയുമ്പോൾ രാത്രി. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൺപീലി തുറക്കുമ്പോൾ പകലുമാണ്. അങ്ങനെ 30 നേരം കൺപീലി അടയ്ക്കുമ്പോൾ 30 രാത്രിയായി. 30 നേരം ഭഗവാൻ കൺപീലി തുറക്കുമ്പോൾ 30 പകലായി. 60 നേരം ആ ഇമകൾ ഇങ്ങനെ ചിമ്മി മാറുമ്പോൾ 1 മാസമായി. ഇങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൺപീലിയുടെ ചലനത്തിനൊത്താണ് മാസങ്ങളും വർഷങ്ങളും സംവത്സരങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. കാലം എന്ന് പറയുന്നത് ഭഗവാന്റെ കൺപീലിയാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ, ഭഗവാന്റെ കൺപീലി ഒന്നടയുമ്പം രാത്രിയാണ്, ഒന്ന് തുറക്കുമ്പം പകലാണ്. അപ്പൊ 30 60 തവണ കൺപീലി തുറന്നടയുമ്പോൾ അതാരായി മാറിക്കഴിഞ്ഞു? 1 മാസമായി മാറിക്കഴിഞ്ഞു. അങ്ങനെ കാലം എന്ന് പറയുന്നത്, നമ്മൾ പറയുന്ന കാലം എന്ന് പറയുന്നത് ഭഗവാന്റെ കൺപീലികളിലാണുള്ളതെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഭഗവാന്റെ കണ്ണുകളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? അടുത്ത ഭഗവാന്റെ കണ്ണുകൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഭഗവാന്റെ കണ്ണുകളെ സവിതാവെന്ന് വിളിക്കുന്നു. സവിതാവിന് സൂര്യൻ എന്നൊരർത്ഥമുണ്ട്. പക്ഷേ സവിതാവിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ലോകത്തെ മുഴുവനും ഉണർത്തി ജീവോർജം നൽകി പ്രചോദിപ്പിക്കുന്ന ചൈതന്യമാണ് സവിതാവ്. ഈ ലോകത്തെ മുഴുവനും ഉണർത്തി ജീവോർജം നൽകി പ്രചോദിപ്പിക്കുന്ന ചൈതന്യമാണ് ആരെന്ന് പറയുന്നത്? സവിതാവ്. നമ്മളൊക്കെ അങ്ങനെ നമുക്കൊക്കെ ഊർജം തന്ന് നമ്മളെയൊക്കെ പ്രവർത്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് സവിതാവാണ്. ഇവിടെ അതായത് ഈ പ്രപഞ്ചത്തിലുള്ള സകലതും കാണുകയും പ്രപഞ്ചത്തിലുള്ള സകലതിനെയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ആളാണ് സവിതാവ്. ഇനി ഞാൻ പറയുന്ന ശ്രദ്ധയോടെ കേട്ടോ. ഈ സവിതാവിനെ ഉദയം മുതൽ അസ്തമയം വരെ സൂര്യൻ എന്ന പേര് വിളിക്കും. ഉദയം മുതൽ അസ്തമയം വരെ സൂര്യൻ എന്ന പേര് വിളിക്കും. അസ്തമിച്ചു കഴിഞ്ഞ് ഉദിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ ഇത് സവിതാവ് എന്നറിയപ്പെടും. അതുകൊണ്ടാണ് സവിതാവ് എന്ന വാക്ക് ശ്രദ്ധാപൂർവം ഭട്ടതിരിപ്പാട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഉദയവും അസ്തമയവും എല്ലാം നിയന്ത്രിക്കുകയും അങ്ങനെ സകല ജീവജാലങ്ങൾക്കും ജീവോർജം നൽകി പ്രചോദിപ്പിക്കുകയും നൽകുന്ന പരമമായ ഊർജം. ആ പരമമായ ഊർജത്തെയാണ് എന്ത് പേര് വിളിക്കുന്നത്? സവിതാവെന്ന പേര് വിളിക്കുന്നത്. അത് ഭഗവാന്റെ കണ്ണുകളാകുന്നു.
അപ്പൊ ഭഗവാന്റെ കൺപീലി കാലത്തെ നിയന്ത്രിക്കുന്നു. ഭഗവാന്റെ കണ്ണുകളാണ് നമുക്ക് ഊർജം നൽകുന്നത്. ആലോചിച്ച് നോക്കെ, സൂര്യൻ ഉദിക്കുന്നില്ലെങ്കിൽ പിന്നെ ജീവജാലങ്ങളെല്ലാം നശിച്ചില്ലേ ഇല്ലേ? സൂര്യപ്രകാശം കൊണ്ട് കിട്ടുന്ന ഹരിതകത്തിൽ നിന്നാണ് സസ്യങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നത്. അതിൽ നിന്നാണ് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നത്. സൂര്യൻ ഇല്ലെങ്കിൽ സർവ്വതും നശിച്ചു. അപ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ താങ്ങി നിർത്തുന്ന സവിതാവെന്ന് പറയുന്ന സൂര്യൻ, ആ ഉദിച്ചുയരുന്ന സൂര്യൻ ഭഗവാന്റെ കണ്ണുകളാണ്. അതല്ലേ, നിങ്ങൾ പല പല ഗോളങ്ങളിലും ഒക്കെ നമ്മൾ റോക്കറ്റിൽ പോകുന്നുണ്ട്. പക്ഷെ സൂര്യന്റെ അടുക്കൽ ആരെങ്കിലും ചെല്ലാൻ പറ്റുമോ? ഭഗവാന്റെ കണ്ണിന്റെ അടുക്കലേക്ക് ചെല്ലാൻ ആർക്കും പറ്റില്ല. അങ്ങനെ മുടിയിഴകളാൽ ഗോളങ്ങളെ ബന്ധിക്കുന്നവനേ നാരായണ. ബ്രഹ്മരന്ധ്രത്തിൽ പുരുഷ സൂക്തം, നാരായണ സൂക്തം, ശ്രീ സൂക്തം, അങ്ങനെ ഛന്ദസ്സിനെ മുഴുവൻ ഒളിപ്പിച്ചു വെക്കുന്നവനേ നാരായണ. പുരികങ്ങളിൽ ബ്രഹ്മാവിനെ ഇരുത്തി സൃഷ്ടി മുഴുവൻ നിയന്ത്രിക്കുന്നവനേ നാരായണ. കൺപീലികളുടെ ചലനത്തിനൊത്ത് ആ രാവും പകലും സൃഷ്ടിച്ച് കാലത്തെ മുഴുവനും നിയന്ത്രിക്കുന്നവനേ നാരായണ. സൂര്യനായി മാറി കണ്ണുകൾ കൊണ്ട് പ്രപഞ്ചത്തെ മുഴുവനും ഉണർത്തി പ്രപഞ്ചത്തെ മുഴുവനും ഉത്തേജിപ്പിക്കുന്നവനേ നാരായണ. അങ്ങേ ഞങ്ങൾ നമിക്കുന്നു. ഇതിനെല്ലാം ശക്തിയായി കൂടെ നിൽക്കുന്ന ആദിപരാശക്തിയായ രാധാറാണി അമ്മയെ ഞങ്ങൾ നമിക്കുന്നു. രാധയുടെ ഗോവിന്ദനെ ഞങ്ങൾ നമിക്കുന്നു. രാധാറാണി അമ്മയുടെ ഗോവിന്ദനെ ഞങ്ങൾ നമിക്കുന്നു. രാധേ ഗോവിന്ദ, രാധേ ഗോവിന്ദ, രാധേ ഗോവിന്ദ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാസേശ്വരി രാധികായേ സ്വാഹ.